റെഡ്വാർഡ് കിപ്ലിങ്ങിൻ്റെ ബാലകഥകൾ. ആദ്യത്തെ എഴുത്ത് എഴുതിയ കഥ. നവീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ജൂതനോ ഇംഗ്ലീഷുകാരനോ ദ്രാവിഡനോ ഒന്നുമായിരുന്നില്ല. അല്പവസ്ത്രധാരികളായി ഗുഹകളിൽ കഴിഞ്ഞിരുന്നവർ ആദിമ മനുഷ്യർ മാത്രമായിരുന്നു. അവർക്ക് വായനയോ എഴുത്തോ വശമില്ലായിരുന്നു, അഥവാ അവർക്കതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. വിശപ്പും ദാഹവും മാത്രമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്ന മുഖ്യ വിഷയങ്ങൾ. തിടുക്കത്തിൽ മുന്നോട്ട് നടക്കാത്തവൻ എന്നർത്ഥമുള്ള തെഗുമായി ബോബ്സുലായ് എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. വിളിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി നമുക്കയാളെ തെഗുമായി എന്ന് വിളിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവൾ എന്നർത്ഥമുള്ള തെഷുമായി തെവിൻട്രോവ് എന്നായിരുന്നു അയാളുടെ ഭാര്യയുടെ പേര്. സൗകര്യപൂർവ്വം നമുക്കത് തെഷുമായി എന്ന് ചുരുക്കാം. തഫിമായി മെറ്റലുമായി എന്നു പേരുള്ള ഒരു ചെറിയ മകളും അവർക്കുണ്ടായിരുന്നു. കയ്യിലിരിപ്പ് കൊണ്ട് തല്ല് എരന്നു വാങ്ങുന്ന കുട്ടി എന്നതായിരുന്നു ആ പേരിൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ അവളെ തഫി എന്നാണ് ഇനി മുതൽ വിളിക്കാൻ പോകുന്നത്. അപ്പനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് മാത്രമാണ് അർഹതപ്പെട്ടതിൻ്റെ പകുതി പോലും തല്ല് കിട്ടാതെ അവൾ വളർന്നു വന്നത്. പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയ നാൾ മുതൽ തഫി അപ്പനോടൊപ്പം ഊരു ചുറ്റാനും പോയി തുടങ്ങി. വിശക്കുമ്പോൾ മാത്രമായിരിക്കും അവർ രണ്ടുപേരും ഗുഹയിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോഴേക്കും തെഷുമായിയുടെ പരിഭവം കേൾക്കാം. എവിടെയായിരുന്നു രണ്ടെണ്ണവും ഇതേവരെ? എൻ്റെ തെഗുമായി, വികൃതിയുടെ കാര്യത്തിൽ നമ്മളുടെ മകളേക്കാൾ ഒട്ടും പിന്നിലല്ല നീ. ഇനിയുള്ള കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു ദിവസം അത്താഴത്തിന് കരിമീൻ പിടിക്കാനായി വാഗായി നദിയിലെ ചെളിയും ചതുപ്പും നിറഞ്ഞ ഭൂപ്രദേശത്തേക്ക് കുന്തവുമെടുത്ത് തെഗുമായി പുറപ്പെട്ടപ്പോൾ തഫിയും അയാളോടൊപ്പം കൂടി. തടി കൊണ്ടുള്ള പിടിയും സ്രാവിൻ്റെ പല്ലുകൊണ്ടുള്ള കുന്തമുനയുമായിരുന്നു തെഗുമായിയുടെ കുന്തത്തിനുണ്ടായിരുന്നത്. അന്നേ ദിവസം ആദ്യത്തെ മീനെ കുത്തിപ്പിടിക്കുന്നതിനിടയിൽ ആകെ കൈവശമുണ്ടായിരുന്ന കുന്തമൊടിഞ്ഞ് നദിയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നുപോയി. മറ്റൊരെണ്ണം കൂടി കയ്യിൽ കരുതാതിരുന്നതിനെയോർത്ത് വിഷമിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അന്നേരം തെഗുമായിക്ക് കഴിഞ്ഞില്ല. കാരണം അപ്പോൾ തന്നെ തെഗുമായിയും മകളും വീട്ടിൽ നിന്നും മൈലുകളോളം അകലെയായിരുന്നു. എങ്കിലും ഉച്ചഭക്ഷണം ഒരു ചെറിയ പൊതിയിലാക്കി കൂടെ കരുതാൻ അവർ മറന്നിട്ടില്ലായിരുന്നു. കൂട നിറയാനുള്ള മീൻ ഇവിടെ തന്നെയുണ്ട്, പക്ഷേ ദിവസമെങ്കിലും അതിനുവേണ്ടി മെനക്കെടേണ്ടി വരും. തെഗുമായിയുടെ വാക്കുകളിൽ നിരാശ കലർന്നിരുന്നു. ഞാൻ വേഗം വീട്ടിലേക്ക് ഓടിപ്പോയി ആ വലിയ കറുത്ത കുന്തം എടുത്തുകൊണ്ട് വന്നാലോ? മകളുടെ ചോദ്യം കേട്ട് തെഗുമായി അമ്പരന്നു. നിന്റെ തടിച്ചിറകിയ കാലുകൾ ഓടിയെത്താവുന്നതിനേക്കാൾ ഏറെ ദൂരമുണ്ട് നമ്മുടെ ഗുഹയിലേക്ക്. മാത്രമല്ല ചളിയും ചതുപ്പും നിറഞ്ഞ എവിടെയെങ്കിലും നീ താഴ്ന്നു പോകാനും സാധ്യതയുണ്ട്. വെറുതെ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? കയ്യിലിരുന്ന ഒഴിഞ്ഞ തുകൽ സഞ്ചിയിലേക്ക് നോക്കി പുതിയ കുന്തം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ തെഗുമായി മകളോട് പറഞ്ഞു. തഫിയാകട്ടെ ആ സമയമത്രയും നദിക്കരയിലിരുന്ന കാല് വെള്ളത്തിലേക്കിട്ടുകൊണ്ട് താടിക്ക് കൈയും കൊടുത്ത് എന്തോ ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ എഴുതാൻ പഠിക്കാത്തത് ഇച്ചിരി കഷ്ടമായിപ്പോയി അല്ലേ അപ്പാ? എഴുതാൻ അറിയാമായിരുന്നെങ്കിൽ പുതിയൊരു കുന്തത്തിനു വേണ്ടി ഒരു സന്ദേശം അയച്ചാൽ മതിയായിരുന്നു. തഫി, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നാടൻ പ്രയോഗങ്ങൾ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്? ഇച്ചിരി എന്നത് അത്ര നല്ല പ്രയോഗമല്ല. പിന്നെ സൗകര്യത്തിനു വേണ്ടിയാണ് ആ വാക്ക് ഉപയോഗിച്ചതെങ്കിൽ തെറ്റില്ല. വീട്ടിലേക്ക് എഴുതുന്നതാണല്ലോ വിഷയം. തെഗുമായി മകളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിലേക്ക് തെവാര ഗോത്രത്തിൽപ്പെട്ട അപരിചിതനായ ഒരു മനുഷ്യൻ കടന്നു വന്നു. തെഗുമായിയുടെ ഭാഷ അയാൾക്ക് തീർത്തും അപരിചിതമായിരുന്നു. നദിക്കരയിലെത്തിയ അയാൾ തെഫിയെ നോക്കി പുഞ്ചിരിച്ചു. തെഫിയുടെ പ്രായത്തിലുള്ള ഒരു മകൾ അയാൾക്കുമുണ്ടായിരുന്നു എന്നതാണ് അതിന് കാരണം. കൈവശമുണ്ടായിരുന്ന തുകൽ സഞ്ചിയിലെ ഉപകരണങ്ങളും ചരടും ഉപയോഗിച്ച് പുതിയൊരു കുന്തം നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോഴും തെഗുമായി. ഇങ്ങ് വന്നേ, എൻ്റെ അമ്മ താമസിക്കുന്ന സ്ഥലം അറിയാമോ നിങ്ങൾക്ക്? തെവാര ഗോത്രത്തിൽപ്പെട്ട അപരിചിതനായ മനുഷ്യനോട് തഫി ചോദിച്ചു. അയാളാകട്ടെ എന്ന് മൂളുക മാത്രം ചെയ്തു. നാശം എന്ന് പറഞ്ഞുകൊണ്ട് തഫി നിലത്ത് ആഞ്ഞു ചവിട്ടി. തെഗുമായിക്ക് കുന്തം നഷ്ടപ്പെട്ട ഇടത്തിലൂടെ ഒരു കൂട്ടം വലിയ കരിമീനുകൾ പോകുന്നത് കണ്ടതോടെയാണ് അവൾക്ക് നിയന്ത്രണം നഷ്ടമായത്. ഓ, അതൊന്നും നീ കാര്യമാക്കണ്ട. കുനിഞ്ഞിരുന്ന് ഏകാഗ്രതയോടെ കുന്തനിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന തെഗുമായി തലയുയർത്താതെ തന്നെ മകളോട് പറഞ്ഞു. കാര്യം അതൊന്നുമല്ല, ഞാൻ ചെയ്യാൻ പറഞ്ഞതൊന്നും അയാൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു.
തെവാര ഗോത്രത്തിൽപ്പെട്ട അപരിചിതനായ മനുഷ്യനോട് തഫിക്ക് അനിഷ്ടം തോന്നി. അപ്പോഴും തെഗുമായി തൻ്റെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. തെവാര ഗോത്രത്തിൽപ്പെട്ട മനുഷ്യൻ തഫിയുടെ ചെയ്തികൾ കണ്ട് അത്ഭുതം പുരണ്ട കണ്ണുകളുമായി നിലത്തെ പുല്ലിന്മേലിരുന്നു. തെഗുമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നാലാവും വിധം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് തഫി. എന്നാൽ ആ മനുഷ്യൻ മനസ്സിലാക്കിയത് മറ്റൊരു വിധമായിരുന്നു. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു അത്ഭുത ശിശുവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നിലത്ത് ചവിട്ടിയത് അവൾ ഗോത്രമുഖ്യൻ്റെ മകളായതുകൊണ്ടാണ്. ഗോത്രമുഖ്യൻ തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടായേക്കാം എന്ന് കരുതി അയാൾ അവർക്ക് മുന്നിൽ കൂടുതൽ വിനയാന്വിതനായി. നോക്കൂ, നിങ്ങളുടെ കാലുകൾക്ക് എൻ്റേതിനേക്കാൾ നീളമുണ്ട്. അതുകൊണ്ട് ചളിയിലോ ചതുപ്പിലോ പെട്ടുപോകാനിടയില്ല. നിങ്ങളൊരു ഉപകാരം ചെയ്യണം. എൻ്റെ വീട്ടിലെത്തി അപ്പൻ്റെ കറുത്ത പിടിയുള്ള കുന്തം എടുത്തു തരാൻ അമ്മയോട് പറയണം. അത് നെരിപ്പോടിനടുത്ത് തന്നെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവണം. തഫിയുടെ വാക്കുകളും ആംഗ്യ വിക്ഷേപങ്ങളും കണ്ട് അപരിചിതൻ്റെ ചിന്തകൾ സഞ്ചരിച്ചത് വേറൊരു വഴിക്കായിരുന്നു. ഇവളൊരു അത്ഭുത ശിശു തന്നെ. എങ്കിലും എന്നോടെന്തിനാണ് ഈ കുട്ടി ദേഷ്യപ്പെടുകയും കൈവീശി കാണിക്കുകയും ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ അവൾ പറയുന്നതൊന്നും ഒരക്ഷരം പോലും മനസ്സിലാക്കുന്നതുമില്ല. ഒരുപക്ഷെ ഇവൾ ആവശ്യപ്പെടുന്നത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ഗോത്രമുഖ്യൻ എന്നോട് കോപിച്ചേക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ നേരെ എഴുന്നേറ്റ് പോയി തൊട്ടടുത്ത് കണ്ട ചീലാന്തി മരത്തിൽ നിന്ന് ചീന്തിയെടുത്ത വലിയൊരു കഷ്ണം മരവുരി കൊണ്ട് തഫിക്ക് നേരെ നീട്ടി. ചീലാന്തിയുടെ പുറന്തൊലി പോലെ ശുദ്ധമാണ് തൻ്റെ മനസ്സെന്ന് തഫിയെ ബോധ്യപ്പെടുത്താനായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. തഫിക്ക് യാതൊന്നും മനസ്സിലായില്ല. എങ്കിലും അവൾ പ്രതികരിച്ചു. ഓ, എൻ്റെ അമ്മയുടെ മേൽവിലാസം അറിയില്ല അല്ലേ? എനിക്ക് എഴുതാനറിയില്ല. എങ്കിലും കൂർത്ത എന്തെങ്കിലും സാധനം കൊണ്ട് ഞാനിതിന്മേൽ വരഞ്ഞു തരാം. അതിനിപ്പോൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലയിലെ സ്രാവിൻ്റെ പല്ലുകളിൽ ഒരെണ്ണം തരാമോ? ചോദ്യം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിന്ന തെവാര ഗോത്രമനുഷ്യൻ്റെ മാലയിൽ നിന്ന് തഫി സ്രാവിൻ്റെ പല്ലുകളിൽ ഒരെണ്ണം പൊട്ടിച്ചെടുത്തു. തെവാര ഗോത്രമനുഷ്യൻ്റെ അമ്പരപ്പ് കൂടിയതേയുള്ളൂ. ഇവളൊരു അസാധാരണ അത്ഭുത ശിശു തന്നെ. മാലയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് സ്രാവിൻ്റെ പല്ല് ഒരു മാന്ത്രിക പല്ലായിരുന്നു. ആരെങ്കിലും എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ അതിന്മേൽ സ്പർശിച്ചാലുടനെ ഒന്നുകിൽ വീർത്ത് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് മരണപ്പെടുമെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. എന്നാൽ ഈ കുട്ടിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, ഇതൊന്നും ഗൗനിക്കാത്ത മട്ടിൽ യാതൊരു ഭയവും കൂടാതെ ഗോത്രമുഖ്യനെന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യൻ തൊട്ടടുത്തു തന്നെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു താനും. ഈ മനുഷ്യരോട് ഞാൻ കൂടുതൽ ബഹുമാനം കാണിക്കേണ്ടിയിരിക്കുന്നു. സ്രാവിൻ്റെ കൂർത്ത പല്ല് കിട്ടിയതോടെ തഫി തറയിൽ കമിഴ്ന്ന് കിടന്ന് കാലുകൾ മുകളിലേക്ക് പൊന്തിച്ച് ചിത്രം വരയ്ക്കുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് അയാളോട് പറഞ്ഞു. എൻ്റെ ചുമലിന് മീതെ കൂടി നോക്കിക്കോളൂ. ഞാനിപ്പോൾ ചില ചിത്രങ്ങൾ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം അപ്പൻ മീൻ പിടിക്കുന്ന ചിത്രം വരയ്ക്കാം. ദാ, ഇത് അപ്പനെപ്പോലെ തോന്നുന്നില്ലേ? അമ്മയ്ക്ക് മനസ്സിലായിക്കൊള്ളും. മാത്രമല്ല, കുന്തം ഒടിഞ്ഞതായി വരച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് കൃത്യമായി മനസ്സിലാകും ചിത്രത്തിലുള്ളത് അപ്പൻ തന്നെയാണെന്ന്. ഇനി ഞാൻ വരക്കാൻ പോകുന്നത് മറ്റേ കുന്തത്തിൻ്റെ, കറുത്ത പിടിയുള്ള കുന്തത്തിൻ്റെ ചിത്രമാണ്. അതാണ് അപ്പനിപ്പോൾ ആവശ്യമുള്ളത്. അപ്പൻ്റെ മുതുകിലുള്ള അടയാളം കണ്ടോ? കടിയേറ്റതുപോലെയുള്ള പാട്. അതൊരിക്കൽ ചുമലിൽ തൂക്കിയിട്ട കുന്തം കൊളുത്തി വലിച്ചതാണ്. ആ കുന്തമാണ് കൊണ്ടുവരേണ്ടത്. മനസ്സിലായോ? ഇനി ഞാൻ എൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രം. എൻ്റെ തലമുടി ചിത്രത്തിലേതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്നതൊന്നുമല്ല. എങ്കിലും അങ്ങനെ വരയ്ക്കുന്നതാണ് എളുപ്പം. അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലായിക്കൊള്ളും. ഇനി ഞാൻ നിങ്ങളുടെ ചിത്രം വരയ്ക്കാം. നിങ്ങളൊരു സുന്ദരനൊക്കെ തന്നെ, സമ്മതിച്ചു. പക്ഷേ ഞാൻ വരയ്ക്കുമ്പോൾ അത്ര സൗന്ദര്യമൊന്നും ഉണ്ടായില്ല എന്ന് കരുതി എന്നോട് പരിഭവിക്കരുത് കേട്ടോ. തെവാര ഗോത്രമനുഷ്യൻ പുഞ്ചിരിച്ചു. തഫിയുടെ വാക്കുകളിൽ നിന്നും അയാൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ചുവടെ ചേർക്കുന്നു. എവിടെയോ ഒരു വലിയ യുദ്ധം നടക്കുന്നു. ഈ അസാധാരണ പെൺകുട്ടി സ്രാവിൻ്റെ മാന്ത്രികപ്പല്ല് സ്പർശിച്ചിട്ടും വീർക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യാത്ത ഈ അത്ഭുത ശിശു ആവശ്യപ്പെടുന്നത് ഗോത്രത്തലവനെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ മുഴുവൻ ഗോത്രമനുഷ്യരെയും ഉടനെ വിളിച്ചുകൂട്ടണം. തന്നെ ഒരിക്കൽ പോലും ഗൗനിക്കാതിരുന്ന മഹാനായ ഗോത്രത്തലവന് വേണ്ടി ഗോത്രമനുഷ്യരെ യുദ്ധത്തിന് സജ്ജരാക്കണം. നോക്കൂ, ഞാൻ വരച്ചു തന്നതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണല്ലോ അല്ലേ? വരകളിൽ ചിലത് കടുപ്പത്തിലും മറ്റു ചിലത് അലക്ഷ്യ വരകളുമായിപ്പോയി. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. അപ്പൻ്റെ കറുത്ത പിടിയുള്ള കുന്തം എത്രയും വേഗം ഇവിടെ എത്തിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ദൗത്യം. ഇനി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേണ്ടതെങ്ങനെയെന്ന് കാട്ടിത്തരാം. ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഇരട്ട മരങ്ങൾ നിൽക്കുന്ന ഒരിടം കാണും.
അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോയാൽ ഒരു മല കടക്കേണ്ടി വരും. അത് താണ്ടിയാൽ പിന്നെ കാണുന്നത് നീർനായകൾ നിറഞ്ഞ ഒരു ചതുപ്പായിരിക്കും. ഇതിന്മേലെല്ലാം നീർനായകളെയും വരയ്ക്കാൻ എനിക്കാവില്ല. എനിക്ക് നീർനായകളെ വരയ്ക്കാൻ അറിയില്ലെങ്കിലും അവയുടെ തലകൾ വരയ്ക്കുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും അത് നീർനായകളാണെന്ന്. ചതുപ്പ് മറികടക്കുമ്പോൾ വീണു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നീർനായകളും ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തിന് പിറകിലായിട്ടാണ് ഞങ്ങളുടെ ഗുഹ. വലിയ ഗുഹയാണെങ്കിലും ഞാനിവിടെ ചെറുതായി മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അവിടെ ഗുഹാമുഖത്ത് തന്നെയുണ്ടാകും എൻ്റെ സുന്ദരിയായ അമ്മ. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ അമ്മ. എങ്കിലും ഞാൻ വളരെ സൂക്ഷ്മമായൊന്നും വരയ്ക്കുന്നില്ല. നേരിൽ കാണുമ്പോൾ അതൊക്കെ മനസ്സിലായിക്കൊള്ളും. മാത്രമല്ല, ഞാൻ വരച്ചത് കാണുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്യും. ഒരുപക്ഷെ താങ്കൾ കുന്തമെടുക്കാൻ മറന്നാലും ഗുഹയുടെ വെളിയിലിരിക്കുന്ന കറുത്ത പിടിയുള്ള കുന്തമെന്ന് പറഞ്ഞിരുന്നില്ലേ? ശരിക്കും ഗുഹയുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഈ ചിത്രം കാണുമ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായിക്കൊള്ളും. അമ്മ കുന്തം എടുത്തു തരും. താങ്കളെ കാണുമ്പോൾ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. അതുകൊണ്ടാണ് അമ്മ കൈകൂപ്പി നിൽക്കുന്നത് പോലെ ഞാൻ ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. ചിത്രങ്ങളൊക്കെയും നന്നായിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു വന്നതൊക്കെയും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതോ ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കണോ? തഫി വരച്ചു കൊടുത്ത ചിത്രത്തിലേക്ക് കുറേ നേരം തുറിച്ചു നോക്കിയ ശേഷം എല്ലാം മനസ്സിലായെന്ന മട്ടിൽ തെവാരോ ഗോത്രമനുഷ്യൻ തലയാട്ടി. എന്നിട്ട് സ്വയം പറഞ്ഞു, ഗോത്രമുഖ്യനെ വകവരുത്താൻ എല്ലാ ദിക്കുകളിൽ നിന്നും കുന്തങ്ങളുമായി ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഗോത്രമുഖ്യനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ശത്രുക്കളുടെ അടിമയായേക്കാം. ഗോത്രമുഖ്യൻ എന്നെ കാണാതിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. കുറ്റിച്ചെടികൾക്കിടയിലോ പൊന്തക്കാടുകളിലോ ശത്രുക്കൾ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഭയപ്പെടുന്നതുകൊണ്ടാവും അയാൾ എന്നെ തിരിഞ്ഞു നോക്കാത്തത്. എങ്കിലും ഗോത്രമുഖ്യൻ്റെ സമർത്ഥമായ മകൾ പിതാവിൻ്റെ കഷ്ടതകളെക്കുറിച്ച് വരകളിലൂടെ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഗോത്രമുഖ്യനെ സഹായിച്ചേ തീരൂ. വഴിയേതെന്നു പോലും തഫിയോട് ചോദിക്കാതെ ഗോത്രമനുഷ്യൻ ചിത്രമെഴുതിയ മരത്തോലും കയ്യിലെടുത്തുകൊണ്ട് പൊന്തക്കാടുകൾക്കിടയിലൂടെ അതിവേഗം പാഞ്ഞു, ഒരു കാറ്റിനെ പോലെ. തഫി ആശ്വാസത്തോടെ നിലത്തിരുന്നു. തഫി, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? കുന്തം പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിനിടയിൽ തുകൽ വള്ളികളും ചരടും ഇടകലർത്തിക്കൊണ്ട് തെഗുമായി ചോദിച്ചു. ഞാൻ എൻ്റേതായ രീതിയിൽ ചില ചെറിയ സംഗതികൾ ഏർപ്പാട് ചെയ്യുകയായിരുന്നു. എന്നോട് കൂടുതലൊന്നും ചോദിക്കാതിരുന്നാൽ അല്പസമയത്തിനുള്ളിൽ ഞാനൊരു അത്ഭുതം കാട്ടിത്തരാം. എന്താ ഏതാണെന്നൊന്നും ചോദിക്കാതെ ഉറപ്പായിട്ടും ഞെട്ടാൻ തയ്യാറെടുത്തോളൂ. തഫി പറഞ്ഞത് തെഗുമായി അത്ര കാര്യമാക്കിയില്ല. ശരി, ആയിക്കോട്ടെ, ഞാൻ ഞെട്ടിക്കോളാം. ഈ സമയം തെവാരോ ഗോത്രമനുഷ്യൻ ചിത്രമെഴുത്തും കയ്യിൽ പിടിച്ചുകൊണ്ട് നിർത്താതെ ഓടുകയായിരുന്നു. എത്ര ദൂരം അയാളങ്ങനെ ഓടിയെന്ന് ആർക്കും അറിയില്ല. അയാളുടെ ഓട്ടത്തിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി തെഷുമായിയുടെ മുന്നിൽ വന്നുപെട്ടു. ഗുഹാ കവാടത്തിന് മുന്നിൽ നവീന ശിലായുഗത്തിലെ അയൽക്കാരികളോട് ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു തെഷുമായി. തഫിയുടെ രൂപസാദൃശ്യമുണ്ടായിരുന്നു തെഷുമായിക്ക്, പ്രത്യേകിച്ച് മുഖത്തിൻ്റെ മേൽഭാഗവും കണ്ണുകളും. തഫിയുടെ മുഖഛായയുള്ള സ്ത്രീയെ കണ്ടതോടെ തെവാരോ ഗോത്രമനുഷ്യൻ ഓട്ടം നിർത്തി. തെഷുമായിയെ നോക്കി ആദരപൂർവ്വം പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ കയ്യിലിരുന്ന ചിത്രമെഴുത്ത് കൈമാറി. ഓട്ടത്തിനിടയിൽ കാലുകളിൽ ഒരുപാട് പോറലുകളും കീറലുകളും ഉണ്ടായെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അയാൾ വിനയപൂർവ്വം നിൽക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. തഫിയുടെ ചിത്രമെഴുത്ത് കാണേണ്ട താമസം തെഷുമായി അലറി വിളിച്ചുകൊണ്ട് അപരിചിതനായ മനുഷ്യൻ്റെ നേർക്ക് പാഞ്ഞടുത്തു. തെഷുമായിയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നവീന ശിലായുഗത്തിലെ അവളുടെ അയൽക്കാരികൾ ഓരോരുത്തരായി വന്ന് അയാളെ പ്രഹരിക്കാൻ തുടങ്ങി. അടികൊണ്ട് താഴെ വീണ അയാളുടെ പുറത്ത് അവർ 6 പേരും നിരന്നിരുന്നു. അതിനിടയിൽ തെഷുമായി അയാളുടെ തലമുടിയിൽ പിടിച്ച് വലിക്കുകയായിരുന്നു. ഇവൻ്റെ മൂക്കിടിച്ചു പരത്തുകയാണ് വേണ്ടത്. എൻ്റെ തെഗുമായിയെ കുന്തം കൊണ്ട് ആക്രമിക്കുക മാത്രമല്ല, പാവം തഫിമോളെ പേടിപ്പിക്കുകയും കൂടി ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ അവളുടെ മുടി മുകളിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത്? എന്നിട്ട് അതും പോരാതെ ആ ഭീകര ദൃശ്യങ്ങളെല്ലാം കൂടി വരച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. കണ്ടോ? ക്ഷമയോടെ അപരിചിതനായ ആ മനുഷ്യൻ്റെ പുറത്തിരുന്ന നവീന ശിലായുഗത്തിലെ സ്ത്രീകളെ തെഷുമായി ചിത്രമെഴുത്ത് കാണിച്ചുകൊണ്ട് വിശദീകരിച്ചു. ആദ്യ ചിത്രത്തിൽ തെഗുമായി ഒടിച്ച കൈയുമായി നിൽക്കുന്നത് കണ്ടോ? അടുത്ത ചിത്രത്തിൽ കുന്തം കൊണ്ട് തെഗുമായിയുടെ പുറം മാന്തിപ്പൊളിച്ചിരിക്കുന്നത് കാണാം. കുന്തമെറിയാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രവും ഗുഹാമുഖത്ത് കുന്തമെറിയുന്ന മനുഷ്യനെയും തുടർന്ന് കാണാം. ഒരു കൂട്ടം ആൾക്കാരെ ചിത്രീകരിച്ചത് കണ്ടോ? അവരൊക്കെ തെഗുമായിയുടെ പിന്നാലെ ആക്രമിക്കാൻ വരുന്നവരാണ്. ഭയങ്കരം തന്നെ. തെഷുമായിയുടെ വിശദീകരണം കേട്ടുനിന്ന സ്ത്രീകളൊക്കെയും അത് തലകുലുക്കി സമ്മതിച്ചു.
അതെ അതെ, ഭയങ്കര കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകളെല്ലാം ചേർന്ന് തെവാര ഗോത്രമനുഷ്യൻ്റെ തലമുടിയിലെ ചളി പുരട്ടാൻ തുടങ്ങി. അതിനിടയിൽ അവർ പെരുമ്പറ മുഴക്കിക്കൊണ്ട് അന്നാട്ടിലെ സകല പ്രമാണിമാരെയും ഗോത്രമുഖ്യനെയും അവിടേക്ക് വിളിച്ചു വരുത്തി. അറിഞ്ഞവരും കേട്ടവരും അവിടേക്ക് അണമുറിയാതെ വന്നുകൊണ്ടിരുന്നു. എല്ലാവരും ചേർന്ന് അപരിചിതനായ ആ മനുഷ്യൻ്റെ തല ചെത്തിക്കളയാൻ തീരുമാനിച്ചു. എങ്കിലും അതിനു മുമ്പ് നദിക്കരയിലെവിടെയെങ്കിലും തഫിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെക്കൊണ്ട് തന്നെ അവളെ വീണ്ടെടുക്കാമെന്നും അവർ കൂടിയാലോചിച്ചു. അതേസമയം തെവാര ഗോത്രമനുഷ്യൻ വല്ലാതെ അസ്വസ്ഥനായി. വരുന്നവരും പോകുന്നവരുമെല്ലാം അയാളുടെ തലയിൽ ചളി പുരട്ടിക്കൊണ്ടിരുന്നു. കുറേ പേർ ചേർന്ന് അയാളുടെ കൂർത്ത ചരൽക്കല്ലിലൂടെ ഉരുട്ടി. ഉരുളുന്നതിന് അനുസരിച്ച് പുറത്തിരുന്ന 6 സ്ത്രീകളും ചാടിയും ചെരിഞ്ഞും ഇരുന്നുകൊണ്ട് ശ്വാസമെടുക്കാൻ പോലും അയാൾ വല്ലാതെ കഷ്ടപ്പെട്ടു. സർവോപരി അയാൾക്ക് അവരുടെ ഭാഷ തീരെ മനസ്സിലായതുമില്ല. അതുകൊണ്ട് തന്നെ ചുറ്റുമുണ്ടായിരുന്ന നവീന ശിലായുഗ സ്ത്രീകൾ അയാളോട് പറഞ്ഞ അസഭ്യങ്ങളും മനസ്സിലായില്ല. തെഗുമായിയുടെ ഗോത്രത്തിലെ സകലരും അവിടെ സമ്മേളിക്കുന്നതുവരെ അയാളൊന്നും മിണ്ടിയില്ല. എല്ലാവരും എത്തിച്ചേർന്നെന്ന് തോന്നിയ നിമിഷം അയാൾ എല്ലാവരെയും കൂട്ടി വാഗായ് നദിക്കരയിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോഴാകട്ടെ തഫി ഒരിടത്തിരുന്ന് ജമന്തിമാല കെട്ടുന്നതും പുതുതായി തട്ടിക്കൂട്ടിയെടുത്ത കുന്തം കൊണ്ട് ചെറിയ കരിമീനുകളെ ഉന്നം പിടിക്കുന്നതും തെഗുമായി മറ്റൊരിടത്ത് നിൽക്കുന്നതും കണ്ടു. തെവാര ഗോത്രമനുഷ്യനൊഴികെ സകലരും അമ്പരന്നു. ഓഹോ, താങ്കൾ ഇത്ര പെട്ടെന്ന് മടങ്ങിയെത്തിയോ? ഇതെന്തിനാ ഇത്രയും ആൾക്കാരെയും കൂട്ടി വന്നത്? അപ്പനെ ഞാൻ അതിശയിപ്പിക്കാൻ പോകുന്നെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അത് ഇതാണ്. എന്താ, ഞെട്ടിയോ? തഫി തെഗുമായിയോട് ചോദിച്ചു. ശരിക്കും ഞെട്ടി, പക്ഷേ എൻ്റെ ഒരു ദിവസം തുലച്ചു കളഞ്ഞു. എന്തിനാ മോളെ നമ്മുടെ ഗോത്രത്തിലെ മുഴുവൻ ആൾക്കാരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? തലമുടി മുഴുവൻ ചളി പുരണ്ട അപരിചിതനായ മനുഷ്യൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തെഷുമായിയും അവളുടെ അയൽക്കാരികളുമായിരുന്നു ഏറ്റവും മുന്നിൽ നടന്നു വന്നത്. അവർക്ക് പിന്നിലായി ഗോത്രമുഖ്യൻ, ഉപമുഖ്യൻ, സഹമുഖ്യൻ, സഹായികൾ എന്നിവരായിരുന്നു. അവർക്ക് പിന്നിലായി അധികാരശ്രേണിയുടെ വലിപ്പച്ചെറുപ്പമനുസരിച്ച് ഉണ്ടായിരുന്നത് 4 ഗുഹകൾ സ്വന്തമായുള്ളവർ, സ്വകാര്യ ആവശ്യങ്ങൾക്ക് കലമാനുകളെ വളർത്തുന്നവർ, 2 സാൽമൺ മത്സ്യങ്ങളെങ്കിലും ദിവസേന കഴിക്കുന്ന ജന്മികൾ, മഞ്ഞുകാലത്ത് ശരീരം പാതി മറക്കാൻ കെൽപ്പുള്ളവർ, നെരിപ്പോടിൽ നിന്ന് 7 വാര മാത്രം അകന്നിരിക്കാൻ വിധിക്കപ്പെട്ടവർ എന്നിങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർക്കും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും അലറുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ശബ്ദകോലാഹലം കേട്ട് അവിടെയുണ്ടായിരുന്ന മീനുകളെല്ലാം 20 മൈൽ ദൂരത്തേക്കെങ്കിലും പോയിട്ടുണ്ടാവണമെന്ന് തെഗുമായി ഊഹിച്ചു. അപ്പൻ്റെ കറുത്ത പിടിയുള്ള കുന്തമെടുക്കാനല്ലേ ഇയാളെ ഞാൻ അവിടേക്ക് പറഞ്ഞയച്ചത്? നിങ്ങൾ അവിടെ പോയി എന്തു കുന്തമാണ് ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ അപരിചിത മനുഷ്യ? തഫിയുടെ ചോദ്യത്തിനിടയിലും 2ഉം 3ഉം 10 കൈവിരലുകൾ കൊണ്ടുള്ള കുത്തുകൾ വീതം അപരിചിത മനുഷ്യന് ദേഹമാസകലം കിട്ടുന്നുണ്ടായിരുന്നു. തഫിയുടെ ചോദ്യം കേട്ട ദിക്കിലേക്ക് അയാളുടെ കണ്ണുകൾ ഉരുണ്ടു എന്ന് മാത്രമേയുള്ളൂ, കാണാനായില്ല. എവിടെയാണ് നിങ്ങളെ കുത്തിപ്പരിക്കേൽപ്പിച്ച ദുഷ്ടമനുഷ്യർ? അവന്മാരെ ഞാനിന്ന്, തെഷുമായി ആകാംക്ഷയോടെ തെഗുമായിയോട് ചോദിച്ചു. ഇവിടെ അങ്ങനെ ആരുമില്ല. ഇന്നത്തെ ദിവസം ഞാൻ ആകെ കണ്ടുമുട്ടിയ അപരിചിതനായ സാധുമനുഷ്യനെയാണ് നിങ്ങളിപ്പോൾ കൊല്ലാക്കൊല ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയായി ഈ ചെയ്യുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും വട്ടായോ? തെഗുമായിയുടെ ചോദ്യം തെഷുമായിയോടായിരുന്നെങ്കിലും മറുപടി പറഞ്ഞത് ഗോത്രത്തലവനാണ്. ഇയാൾ ഇന്നൊരു ഭയങ്കര ചിത്രവുമായി വന്നു. നിന്നെ കുന്തം കൊണ്ട് കുത്തിമുറിവിൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രം. അതൊരു പക്ഷേ ഞാൻ കൊടുത്തയച്ച ചിത്രമായിരിക്കും. ഞാനത് തഫി പൂർത്തിയാക്കാനാവാതെ നിന്ന് പരുങ്ങി. നീയോ? കയ്യിലിരിപ്പ് കൊണ്ട് തല്ലി വരന്നു വാങ്ങുന്ന കുട്ടിയായ നീയോ? തെഗുമായി ഗോത്രത്തിലെ സകലരും ഒരുമിച്ചായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. മോളെ തഫി, നീ എന്താ കുരുത്തക്കേട് ഒപ്പിച്ചതെന്ന് അപ്പന് മനസ്സിലായി. സംഗതി കൂടുതൽ വഷളാകും മുമ്പ് എല്ലാം തുറന്നു പറഞ്ഞേക്ക്. അതാ നല്ലത്. പറയ്, സകലതും വിശദീകരിച്ച് പറയ്. ഗോത്രത്തലവൻ വീണ്ടും ചാടിത്തുള്ളിക്കൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങി. അപ്പൻ്റെ കുന്തമെടുത്തു കൊണ്ടുവരാൻ ഞാൻ ഈ അപരിചിത മനുഷ്യനോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി വരച്ച ചിത്രങ്ങളാണിതെല്ലാം. ഒരുപാട് കുന്തങ്ങളൊന്നുമില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഞാനതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി 3 തവണ വരച്ചെന്ന് മാത്രം. പഴയൊരു കുന്തം അപ്പൻ്റെ മുതുകിൽ തുളച്ചു കയറിയതാണ് വരച്ചത്, അല്ലാതെ കുന്തം അപ്പൻ്റെ തലയിൽ കുത്തിക്കയറിയതൊന്നുമല്ല. അമ്മ കരുതിയ ദുഷ്ടമനുഷ്യരുണ്ടല്ലോ, ശരിക്കും ഞാനുദ്ദേശിച്ചത് നീർനായകളെയാണ്. ഗുഹയിലേക്ക് പോകും വഴിയുള്ള ചതുപ്പിൽ പാർക്കുന്ന നീർനായകളെ. ഗുഹയ്ക്ക് മുന്നിൽ അമ്മ കൂടുതൽ ഉദാരമതിയാകുമെന്ന് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ ഏറ്റവും വങ്കത്തരം കാണിക്കുന്ന മന്ദബുദ്ധികളിൽ നിങ്ങളായിരിക്കും എന്നാണ്.
അപരിചിതനായ ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങളെന്തിനാണ് അയാളുടെ തല നിറയെ ചളി കോരി ഒഴിച്ചത്? വേഗം അതൊക്കെ കഴുകിക്കളയണം. തഫിയുടെ വാക്കുകൾ കേട്ട് കുറേ നേരത്തേക്ക് ആരുമൊന്നും മിണ്ടിയില്ല. അവർക്കിടയിൽ നിന്ന് ആദ്യം തിരിച്ചു തുടങ്ങിയത് ഗോത്രത്തലവനായിരുന്നു. ആ ചിരി മറ്റുള്ളവരിലേക്ക് പടരാൻ അധിക നേരം വേണ്ടി വന്നില്ല. ഗോത്രത്തലവൻ്റെ ചിരി കണ്ട് അപരിചിതനും ചിരി പൊട്ടി. ചിരിച്ച് നദിക്കരയിൽ കുഴിഞ്ഞു വീഴും വരെ തെഗുമായി ചിരിച്ചു. അങ്ങനെ തെഗുമായി ഗോത്രം മുഴുവൻ ആർത്തട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അവിടമാകെ ചിരി മുഴങ്ങിക്കേൾക്കുന്നതിനിടയിലും ചില മനുഷ്യർ മാത്രം അക്കൂട്ടത്തിൽ ചിരിക്കാതെ നിന്നു. അത് മറ്റാരുമായിരുന്നില്ല, തെഷുമായിയും അവളുടെ അയൽക്കാരികളുമായിരുന്നു. അവർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരോട് ആദരവും ബഹുമാനവും വേണ്ടുവോളം ഉള്ളതുകൊണ്ട് ശബ്ദം താഴ്ത്തി ഒരേ സ്വരത്തിൽ പറഞ്ഞു, മന്ദബുദ്ധികൾ. ഗോത്രത്തലവൻ ചിരിച്ച് കരയാൻ തുടങ്ങി. എന്നിട്ട് അയാൾ ഉറക്കെ നിലവിളിച്ചു, അല്ലയോ കയ്യിലിരിപ്പ് കൊണ്ട് തല്ല് എരന്നു വാങ്ങുന്ന കുട്ടി, നീ മഹത്തായ ഒരു കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്. അയ്യോ, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. അപ്പൻ്റെ കറുത്ത പിടിയുള്ള കുന്തം ഇവിടെ എത്തിക്കാൻ വേണ്ടി ചെയ്തതാണ്. തഫി പൂർത്തിയാക്കുമുണ്ട് ഗോത്രത്തലവൻ വീണ്ടും ഇടപെട്ടു. അതൊന്നും കാര്യമാക്കണ്ട. ഇതൊരു മഹത്തായ കണ്ടുപിടുത്തം തന്നെ. ഒരു കാലത്ത് മനുഷ്യർ ഇതിനെ എഴുത്ത് എന്ന് വിളിക്കും. ഇപ്പോൾ ഇത് വെറും ചിത്രങ്ങൾ മാത്രം. ഒരുപക്ഷെ പൂർണ്ണമായി മനസ്സിലാക്കാനായില്ലെന്നും വന്നേക്കാം. എന്നാൽ ഒരു സമയം വരും. പ്രിയപ്പെട്ട തെഗുമായി കുട്ടി, അന്ന് നമ്മളിതിനെ അക്ഷരങ്ങളാക്കി മാറ്റും. അന്ന് എല്ലാവർക്കും എഴുതാനും വായിക്കാനും കഴിയും. അന്ന് നമുക്ക് തെറ്റുകൂടാതെ സംസാരിക്കാനും അർത്ഥം മനസ്സിലാക്കി കൊടുക്കാനും കഴിയും. ഇനി നവീന ശിലായുഗത്തിലെ സ്ത്രീകളെല്ലാം ചേർന്ന് അപരിചിതനായ ആ മനുഷ്യൻ്റെ തലയിലെ ചെളി കഴുകിക്കളയൂ. എനിക്കതിൽ സന്തോഷമേയുള്ളൂ. അതിലുപരി നിങ്ങളെല്ലാവരും ഗോത്രത്തിലെ മുഴുവൻ കുന്തങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ കറുത്ത പിടിയുള്ള കുന്തമൊഴികെ, തഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തഫിക്കുഞ്ഞെ, അടുത്ത തവണ നീ ഇതുപോലെ ചിത്രാക്ഷരങ്ങൾ എഴുതി അയക്കുമ്പോൾ അത് നമ്മുടെ ഭാഷ അറിയാവുന്ന ഒരാളെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. കാരണം അയാൾക്കത് വിശദീകരിക്കാൻ സാധിക്കുമല്ലോ. എൻ്റെ കാര്യം വിടൂ. ഞാൻ ഗോത്രത്തലവനാണെന്ന് കരുതാം. ഗോത്രത്തിലെ മറ്റുള്ളവരോട് എനിക്കൊരു അനിഷ്ടം തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്താണ് ആ പാവം അപരിചിതനെ ദണ്ഡിച്ചത്? ഗോത്രത്തലവൻ്റെ വാക്കുകൾ എല്ലാവരെയും വേദനിപ്പിച്ചു. അങ്ങനെ അന്നു മുതൽ തികച്ചും മാന്യനായ തേവാര ഗോത്രത്തിൽപ്പെട്ട അപരിചിതനായ ആ മനുഷ്യനെ തെഗുമായി ഗോത്രത്തിൽ ചേർത്തുകൊള്ളാൻ അവർ തീരുമാനിച്ചു. അയാൾ മാന്യനായതുകൊണ്ട് തന്നെ തന്നോട് ദ്രോഹം ചെയ്ത ഗോത്രത്തിലെ സ്ത്രീകളോട് യാതൊരു അനിഷ്ടവും പ്രകടിപ്പിച്ചതുമില്ല. അന്നു മുതൽ ഇന്നേ ദിവസം വരെ വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമേ എഴുത്തും വായനയും പഠിക്കാൻ താല്പര്യം കാണിക്കുന്നുള്ളൂ. മിക്കവരും ഇഷ്ടപ്പെടുന്നത് ചിത്രം വരയ്ക്കാനും അവരുടെ പിതാക്കന്മാരോടൊപ്പം കളിക്കാനുമാണ്, തഫിയെപ്പോലെ.